ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നമ്മുടെ വിഷയങ്ങളൊക്കെ അറിയിച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് അവസരം നൽകി. ഹല്ലേലൂയ. ദൈവസന്നിധി വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന കർത്താവ് കേൾക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് രാത്രി എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധിയുടെ നടുവിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവ് ധൈര്യപ്പെടുത്തുമെന്നും ആ പ്രതിസന്ധിയിൽ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമെന്നും കർത്താവിൻ്റെ വചനത്താലുള്ള ആ വാഗ്ദത്തം ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ അത് നൽകി നിങ്ങളെ ബലപ്പെടുത്തുമെന്ന് ഉള്ളതിന് യാതൊരു സംശയമില്ല. ഞാൻ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ വാഴ്ത്തുകയും ചെയ്യുന്നു. ചില മിനിറ്റുകൾ നമ്മൾ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. കർത്താവ് നിശ്ചയമായിട്ടും നമ്മളെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചില വാക്യങ്ങൾ പഠിക്കുവാൻ തക്കോണം കർത്താവ് നമ്മളെ ഇടയാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആ ഭാഗം കണ്ടിന്യൂ ചെയ്യുവാൻ തക്കോണം കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. നമ്മൾ ചില ആഴ്ചകൾക്ക് ശേഷമാണല്ലോ ഇന്ന് ഇങ്ങനെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി മാറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ബുധനാഴ്ച ദിവസത്തെ ബൈബിൾ സ്റ്റഡിയുടെ ഏറ്റവും അവസാനത്തെ ബൈബിൾ സ്റ്റഡിയാണ് ഇത് എന്ന് ഞാൻ ഐം തിങ്കിങ് അബൌട്ട് ഇറ്റ്. ദൈവം നിശ്ചയമായിട്ടും പുതിയ വർഷം കർത്താവ് നമുക്ക് നൽകുമ്പോൾ ഹല്ലേലൂയ നമ്മളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുകയും പിന്നെയും വചനത്താലും ആത്മാവിനാലുമുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഇടയാക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ പ്രത്യേകമായി യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, കർത്താവിൻ്റെ സുവിശേഷം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും മാറ്റം നമ്മളിൽ ഉണ്ടാകണം. മാറ്റം നമ്മളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തൊക്കെയോ കുഴപ്പം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. അപ്പം ഓരോ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു വരുമ്പം ചിതറിപ്പാർക്കുന്ന ഈ ദൈവജനത്തോട് യാക്കോബ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം കർത്താവിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പം ഈ ആളുകൾ ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം അതല്ല, പക്ഷെ ഞാനൊരു മുഖവര എന്നവണ്ണം പറയട്ടെ. ഹല്ലേലൂയ. ഈ ആളുകൾ ഒത്തിരി പ്രശ്നത്തിൽ കൂടെ പോവുക. അവരുടെ നടുവിൽ ഹല്ലേലൂയ ഈ പ്രതിസന്ധിയുടെയൊക്കെ നടുവിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ചിന്ത, കർത്താവ് എന്താ എൻ്റെ വിഷയത്തിനകത്ത് ഇടപെടാത്തെ? ഞാൻ കഷ്ടപ്പെടുന്നത് കർത്താവ് കാണുന്നില്ലേ? എന്നെ ആളുകൾ ഉപദ്രവിക്കുന്നത് കർത്താവ് കാണുന്നില്ലേ? ഇത് സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അത് നിങ്ങളുടെ ആണെങ്കിലും ഹൃദയത്തിലുണ്ടാകാം, എൻ്റെ ആണെങ്കിലും ഹൃദയത്തിലുണ്ടാകാം. പക്ഷെ വചനം അദ്ദേഹം ഓർമ്മിപ്പിക്കുക, നമ്മൾ വിശ്വാസത്താൽ വീണ്ടും ജനനം പ്രാപിച്ച് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിച്ചു വരുന്തോറും കർത്താവിലുള്ള ആ ധൈര്യവും നമ്മളിലുണ്ടാകും. അപ്പം വചനം പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൊള്ളാവുന്നവനായി നമ്മൾ തികഞ്ഞ ശേഷം അല്ലെങ്കിൽ തെളിവായ ശേഷം, ഹല്ലേലൂയ, കൊള്ളാവുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബീങ് യൂസ്ഫുൾ ഇൻ എവറി വേ, ബീങ് പെർഫെക്റ്റ് ഇൻ എ സെൻസ്, ബീങ് മെച്യൂർ ഇൻ എവറി വേ. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അതുപോലെ തന്നെ ഈ ആളുകൾ കടന്നു പോകുന്ന അവരുടെ പ്രതിസന്ധിയുടെ നടുവിൽ പരീക്ഷയിൽ അകപ്പെടുന്നുണ്ട് ആൾക്കാർ. എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ കാര്യം അവർ ട്രയൽസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ പരീക്ഷയിൽ നമ്മൾ അകപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മോഹങ്ങൾക്ക്, നമ്മുടെ ഡിസയേഴ്സ്, ഇത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ യാക്കോബ് പറയുന്നത്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. അപ്പം ടെംപ്റ്റേഷൻ, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുവാൻ തക്കണം കർത്താവ് ഇടയാക്കി. ഇത് രണ്ടാ. ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നൽകുമോ? ടെംപ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഇന്ന കാര്യം വേണം, എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ലഭിക്കണം എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആ ചിന്തയാണ് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നത്.
അല്ലെങ്കിൽ എൻ്റെ സന്തോഷം, അതെൻ്റെ ഡിസയറാണ്. അപ്പം അതിനു വേണ്ടി ഞാൻ പോകുന്നു. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഹല്ലേലൂയ 17-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യവും 17-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി 17-18 വാക്യങ്ങൾ വായിക്കാം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആസ്വാദനമോ ഇല്ല. നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്നും ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. പല കാര്യങ്ങൾ ആ ഒരു വാക്യത്തിനകത്ത് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ നല്ല ദാനവും, എവറി ഗുഡ് ഗിഫ്റ്റ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആത്മീയമായിട്ടും ഭൗതികമായിട്ടുമുള്ള എല്ലാ നല്ല ദാനങ്ങളുടെയും പിറകിൽ ആരാണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ അത് ദൈവമാണ്. കർത്താവ് നല്ല ദാനങ്ങളെ നൽകുന്നവനാണ്. നമ്മൾ പാടി എന്നും നല്ലവൻ, യേശു എന്നും നല്ലവൻ, അവൻ ഇന്നലെയും എന്നും എന്നേക്കും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ഒരു ചിന്ത കടന്നു വരണം. കാരണം ദൈവം നല്ലവനാ. എന്നെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കർത്താവ് നല്ലവനാ, നമുക്ക് ദോഷം തരുന്ന ദൈവമല്ല. അവൻ ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. നമ്മൾ തെറ്റിപ്പോകുവാൻ വേണ്ടി ദൈവം ഒരിക്കലും നമ്മളെ പരീക്ഷിക്കുന്നില്ല. നമ്മൾ വീണു പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ മോഹത്തിൽ നമ്മൾ പാപത്തിനകത്ത് ചെന്ന് പെടുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നൽകുന്നതെല്ലാം നല്ല ദാനമാണ്. ഹല്ലേലൂയ. എല്ലാം നല്ല ദാനം, എവറി ഗുഡ് ഗിഫ്റ്റ്. ദൈവം നൽകുന്നത് ഒരിക്കലും കൊള്ളാത്തൊരു ദാനമല്ല. ഹല്ലേലൂയ. നമ്മൾ ചില സമയങ്ങളിൽ നമുക്ക് ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. ചില സമയത്ത് ആരെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നു, പക്ഷേ അത് ഉപയോഗമൊന്നുമില്ല. നമ്മളതിങ്ങനെ കീപ്പ് ചെയ്യുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, T-Mobileലോട്ട് ഞാൻ ചേഞ്ച് ചെയ്ത സമയത്ത് അവർ കുറേ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എനിക്ക് തന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതെല്ലാം അതേപടി കൊണ്ടുവന്ന് ഞാൻ ഒരിടത്ത് കൊണ്ടുവച്ചു. അതൊന്നും എനിക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യവുമല്ല. അതുകൊണ്ട് എനിക്കത് അത്ര നല്ലതായിട്ട് തോന്നിയതുമില്ല. അവർക്ക് ഒരുപക്ഷെ നല്ലതാണെന്ന് തോന്നിയിരിക്കാം. പക്ഷേ ദൈവം അങ്ങനെയല്ല. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് നൽകുന്ന ദൈവമാണ്. അവൻ നൽകുന്നതെല്ലാം നല്ലതിനെ വരത്തുള്ളൂ. അവൻ നൽകുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ നല്ലതായി വരും. ഹല്ലേലൂയ. അപ്പം ദൈവം ഒരു ഗിഫ്റ്റ് തന്നാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് നല്ലതിനാണ്, അത് എൻ്റെ നല്ലതിനാണ്. എല്ലാ വിധത്തിലും ഹല്ലേലൂയ എനിക്ക് പ്രയോജനം വരുന്നതാണ്. എനിക്ക് നല്ല ആത്മീയ വർധനവും ഉണ്ടാക്കുന്നതാണ്. കാരണം അത് തികഞ്ഞ കാര്യമാണ്, തികഞ്ഞ വരമൊക്കെയും. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, യുനോ എവറി ഗുഡ് ഗിഫ്റ്റ് ആൻഡ് എവറി പെർഫെക്റ്റ് ഗിഫ്റ്റ്. തികഞ്ഞ വരവെന്നാണ് മലയാളത്തിനകത്ത് എഴുതിയേക്കുന്നത്. നമ്മൾ പെട്ടെന്ന് വരവാണെന്ന് വിചാരിക്കും. പക്ഷേ പെർഫെക്റ്റ്, നല്ലതും തികഞ്ഞതുമായിട്ടുള്ള, കൊള്ളാവുന്ന. ഹല്ലേലൂയ. അപ്പം ദൈവം തരുന്ന ഗിഫ്റ്റിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോണം. ദൈവം തരുന്ന കാര്യമായത്. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയെ കടന്നു വരുമ്പോൾ നമ്മൾ ചോദിക്കാൻ അല്പം മടിയൊക്കെ തോന്നാറുണ്ട്. കർത്താവിൻ്റെ ഇങ്ങനെയൊക്കെ ചോദിക്കണമോ എന്നുള്ളൊരു കാര്യം. ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് തുറന്ന് പറയുവാൻ പറ്റുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഇരിക്കില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും അറിയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ ടെസ്റ്റിമോണി കേട്ടു. ആ ടെസ്റ്റിമോണി ബ്ലസ്സി എൻട്രിക്ക് കൊണ്ടുവന്ന് ഇത് കേട്ട ശേഷം ആ ദൈവദാസൻ പ്രസംഗിക്കുന്നത് എൻട്രിക്ക് കൊണ്ടുവന്ന് കാണിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചി, ഹല്ലേലൂയ, ഒരു ദൈവദാസൻ്റെ കൊച്ചുമകനാണിത്. അപ്പം വല്യമ്മച്ചി അന്നത്തെയൊക്കെ സമയത്ത് സുവിശേഷ പ്രവർത്തനം ഇവിടെ ചെയ്യുമ്പോൾ തന്നെ പണമൊന്നും കിട്ടുകയില്ല. അപ്പോൾ കുറേ ദിവസമായിട്ട് പട്ടിണിയാണ് വീട്ടിൽ. ഞാൻ അമേരിക്കയിലെ കാര്യമാണ് പറയുന്നത്, ഇന്ത്യയിലെ കാര്യമൊന്നുമല്ല പറയുന്നത്, അമേരിക്കയിലെ കാര്യമാണ് പറയുന്നത്. അന്ന് പട്ടിണിയാണ്. അപ്പം ഇവർക്ക് എങ്ങനെ കഴിയണമെന്ന് ഇവർ വല്ലാതെ വിഷമിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വെളുപ്പിനെ നോക്കിയപ്പം കുറേ കോഴികൾ
21 കോഴികൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി വരിവരിയായി നടന്നു വന്ന് ഇവരുടെ വീടിൻ്റെ ആ ഗേറ്റിനകത്തോടെ, അല്ലെങ്കിൽ അവരുടെ ആ ഇന്നത്തെ നമ്മുടെ ഗേറ്റ് പോലൊന്നും ചിന്തിക്കരുത്, തടി കൊണ്ടുള്ള അതിനകത്തൂടെ കയറി ഇവരുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ഷെഡുണ്ട്. ആ ഷെഡിൽ പോയി 21 മുട്ടയിട്ടു. മുട്ടയിട്ടിട്ട് ഈ 21 അതേപടി തന്നെ മാർച്ച് ചെയ്ത് നടന്നുപോയി. അപ്പം ഇദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചയ്ക്ക് പെട്ടെന്ന് തോന്നി, ഇത് കൊള്ളാമല്ലോ, ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്, ഇങ്ങനെ കോഴികൾ നിരനിരയായിട്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് മുട്ടയിടുന്നു. അപ്പം അമ്മച്ചി അടുത്ത ദിവസം വിചാരിച്ചു, ഇനിയും വരികയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ കോഴികളുടെ പുറകെ പോകണം. അപ്പം അടുത്ത ദിവസം ഇതേ കോഴികൾ രാവിലെ ആയപ്പോൾ ഉണ്ട് എല്ലാം കൂടെ ഒന്നിച്ചു വരുന്നു. അമ്മച്ചി അന്നത്തെ ദിവസം വിചാരിച്ച് കോഴി പോകുമ്പോൾ കോഴിയുടെ പുറകെ പോവുകയാണ്. കോഴിയുടെ പുറകെ പോയപ്പോൾ കോഴി ഒരു ഫാമിനകത്തടി എന്ന് കയറി. അപ്പോൾ ഈ അമ്മച്ചി ആ ഫാമിൽ ചെന്ന ശേഷം ആ ഫാമിൽ അതിൻ്റെ ഓണറെ കണ്ട ശേഷം പറഞ്ഞു, നിങ്ങളുടെ കോഴി, അവർ വിശ്വസ്തയായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് വിശപ്പിൻ്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും അവർ ചെന്നിട്ട് പറഞ്ഞു, ഈ കോഴികളെല്ലാം കൂടെ ഞങ്ങളുടെ ഷെഡിനകത്ത് വന്ന് മുട്ടയിടുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, ആ ഓണറിൻ്റെ ഭാര്യയാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അവരിറങ്ങി വന്ന ശേഷം പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ഈ കോഴികളെ ഇഷ്ടമേ അല്ല, ഞങ്ങൾ കുറേ നാളും കൊണ്ടേ ഇതിനെ വളർത്തുകയാണ്, ഒരൊറ്റ മുട്ട ഞങ്ങൾക്ക് ഈ കോഴി തന്നിട്ടില്ല, വെറുതെ ഇതിനെ വളർത്തിയാണ് എന്നുള്ള കാര്യം എൻ്റെ ഭർത്താവ് എപ്പോഴും പറയും. നീ വേണമെങ്കിൽ അതിനെ കൊല്ലുകയോ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഇവർ പറഞ്ഞു, ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ മുട്ട ഇടുന്നുണ്ട്, ഈ മുട്ടയല്ല ഞാൻ വേണമെങ്കിൽ കൊണ്ടുതരാം എന്ന് പറഞ്ഞു. ഞാൻ നോക്കാൻ വേണ്ടി വന്നതാണ് ആരുടെ കോഴികളാണിത്. അവർ പറഞ്ഞില്ല, വെച്ചോ, ഒരു കുഴപ്പമില്ല, കോഴി നിങ്ങളുടെ വീട്ടിൽ വന്ന് മുട്ട ഇടുന്നെങ്കിൽ അത് നിങ്ങളുടെയാ, നിങ്ങളതെടുത്തു എന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് അവർക്ക് അറിഞ്ഞു നൽകി. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവന്, വിശ്വാസത്താൽ ജീവിക്കുന്ന ഒരുവന്, ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനത്തിനകത്ത് കടന്നു വരുമ്പം കർത്താവിൻ്റെ വചനം പറയുന്നത്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിലുള്ള വിശ്വാസം കുറയരുത്. ഹല്ലേലൂയ. കാരണം കർത്താവ് നല്ലവനാ. ഹല്ലേലൂയ. അവൻ നല്ലവനാ, വേറെ ആരുമില്ല നല്ലവൻ എന്ന് പറയുന്നത്. നമ്മളെ ഇന്ന് നല്ലതെന്ന് പറയുന്ന ആള് നാളെ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്താൽ മതി, നേരെ അവർ ഓപ്പോസിറ്റ് ആകും. ഹല്ലേലൂയ. നമ്മളെ പ്രകീർത്തിച്ച് വളരെ നല്ല ആളാണ് എന്ന് ടെസ്റ്റിമോണി പറയുന്ന ഒരാൾ നാളെ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താൽ മതി, ഹല്ലേലൂയ, അവരുടെ സ്നേഹം കുറവ് വരും. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകുന്നതാണ്. ഒരിക്കൽ വലിയ സ്നേഹമായിരിക്കും, അത് കഴിയുന്ന ഉടനെ ആ സ്നേഹം അങ്ങ് പോയി. ഒരിക്കൽ നമ്മളോട് വലിയ കാര്യമായി എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും, അടുത്ത ദിവസം കഴിയുമ്പോൾ എല്ലാ കാര്യത്തിനും എതിർക്കുന്ന ആളുകളായിട്ട് വരും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദൈവം അങ്ങനെയല്ല. ദൈവം നല്ലവനാ. കാരണം ഈ നല്ലവൻ എന്ന് പറയുന്നത്, നല്ല ഗിഫ്റ്റ് നമുക്ക് തരുന്ന ദൈവം എന്ന് പറയുന്നത്, അവൻ്റെ ആ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് നല്ല ദാനങ്ങൾ നൽകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണമേ. കർത്താവ് നമുക്ക് നല്ല ദാനങ്ങളെ നൽകുന്നത് നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടല്ല. നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടാണെങ്കിൽ ഒരുപക്ഷെ എനിക്കും ഒന്നും കിട്ടത്തില്ല, നിങ്ങൾക്കും ഒന്നും കിട്ടത്തില്ല. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ് അത്ര വലുതാ. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ നീതി അത്രയ്ക്ക് വലുതാ. കാരണം ഹല്ലേലൂയ, ദൈവം വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ പലപ്പോഴും നമുക്കത് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിലേക്ക് വരാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ അവൻ നല്ലവനായതുകൊണ്ട്, അവൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായതുകൊണ്ട് കർത്താവ് എന്നാ ചെയ്യുന്നത്? അവനെല്ലാം തരുന്നത് നല്ല ദാനമാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഹല്ലേലൂയ, നല്ല ദാനങ്ങൾ. കർത്താവ് എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നു, നല്ലത്. അതുപോലെ തികഞ്ഞ ദാനങ്ങൾ നമ്മൾ നോക്കിയാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. ഓരോ ദിവസവും നമ്മളെ വഴി നടത്തേണ്ടതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകുന്നു. നമുക്ക് വിസ്ഡം നൽകുന്നു. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ കാര്യങ്ങളുടെ അറിവ് നൽകുന്നു. നമുക്ക് ഡിസേൺമെന്റ് നൽകുന്നു. വചനത്തിൽ അപ്പം നമ്മളെ ഉറപ്പിക്കുന്നു. തക്ക സമയത്ത് നമ്മുടെ ചിന്താഗതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഹല്ലേലൂയ വചനം കൊണ്ടുവരുന്നു. ശത്രുവിനോട് എതിർക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ബലം നൽകുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ ദാനമാണ്. ഇതെല്ലാം കർത്താവിൻ്റെ ദാനമാണ്. അത് മാത്രമല്ല, നമ്മൾ ആരോഗ്യത്തോടെയും ബലത്തോടെയും ഒക്കെ ഇരിക്കുന്നത് ഹല്ലേലൂയ കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്.
അപ്പം ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവൻ നല്ല ദാനങ്ങളെ നൽകുന്ന ദൈവമാണ്. അപ്പം നാളെ കാലത്തെ അതിൻ്റെ ഏത് രീതിയിലാണ് ഞാൻ അതിനെ ഉൾക്കൊള്ളേണ്ടത്? ഞാൻ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നവരണേ ഹല്ലേലൂയ ദൈവസന്നിധി ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എനിക്ക് വേണ്ടത് എന്താണെന്നുള്ള എൻ്റെ കർത്താവിന് അറിയാം. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നിശ്ചയമായിട്ടും ആ കാര്യം നടത്തി നൽകുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ കർത്താവിൻ്റെ സന്നിധി ചെല്ലേണ്ടത്. അല്ലാതെ കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് വിചാരിച്ചുകൊണ്ടല്ല നമ്മൾ കർത്താവിൻ്റെ സന്നിധി ചെല്ലേണ്ടത്. ചില സമയത്ത് നമ്മൾ അങ്ങനെയാണ് ചെല്ലുന്നത്. ഒന്ന് നോക്കിയേക്കാം, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേക്കാം. അങ്ങനല്ല പ്രിയമുള്ളവരെ, കർത്താവിലുള്ള ബലത്തിലാണ് നമ്മൾ ചെല്ലേണ്ടത്. എന്താണ് അതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ. കർത്താവിലുള്ള ബലം എന്ന് പറഞ്ഞാൽ കർത്താവ് നല്ലവനാ. ഹല്ലേലൂയ. അവൻ നല്ലവനാ. അവൻ നൽകുന്നത് നല്ല ദാനമാ. ഞാൻ ഒരുപക്ഷെ ചോദിച്ചിട്ട് ഒരു കാര്യം ലഭിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതെനിക്ക് നല്ലതല്ല, അതുകൊണ്ട് ദൈവം അത് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ചില സമയത്ത് നമ്മളോട് വന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. നമുക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവർക്കത് അന്നേരം പ്രയോജനപ്പെടത്തില്ല എന്ന് നമുക്ക് നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ. അവരെയും കൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് അവർക്ക് കൂടുതൽ പ്രശ്നമേ ഉണ്ടാക്കത്തുള്ളൂ എന്നുള്ള വസ്തുത നമുക്കറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കാത്തത്. ഹല്ലേലൂയ. അപ്പം ഒരു പക്ഷേ നമുക്ക് ആ നല്ലതെന്ന് തോന്നുന്ന കാര്യം പോലും ലഭിക്കാത്തത് നമ്മൾ ആ മെച്യൂർ ലെവലിലേക്ക് വളരാത്തത് കൊണ്ടായിരിക്കാം. കർത്താവ് തരാൻ മനസ്സില്ലാത്തതുകൊണ്ടല്ല, അവൻ നല്ലവനായതുകൊണ്ട് അതെനിക്ക് ദോഷം വരുമെങ്കിൽ ഒരു കാരണവശാലും കർത്താവ് അത് നൽകുകയില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, കർത്താവ് നൽകുന്നത് നല്ല ദാനമാണ്, തികഞ്ഞ ദാനമാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് ഹല്ലേലൂയ നമ്മൾ വചനത്തിൽ നിന്നത് ഉൾക്കൊണ്ട് കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൽ അത് പ്രത്യാശ ഉണ്ടാക്കും. ഹല്ലേലൂയ. ഈ പ്രശ്നത്തിൽ കൂടെ പോകുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദൈവം നല്ല ദാനം നൽകുന്നവനാണ്, തികഞ്ഞ ദാനം നൽകുന്നവനാണെന്ന് പറയുമ്പം ഹല്ലേലൂയ അവർക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം അവരെ നിലനിർത്തും. ദൈവം അവർക്ക് ആവശ്യമായിട്ടുള്ള ബലം നൽകും. അതൊരു നല്ല ദാനമാണ്. കർത്താവ് ബലം നൽകിയാലേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അത് രോഗമായിക്കൊള്ളട്ടെ, അത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും. ജീവിതത്തിൽ ഒത്തിരി പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. എല്ലാവർക്കും വളരെ വളരെ പ്രതീക്ഷകളുണ്ട്. ഹല്ലേലൂയ. ആ പ്രതീക്ഷകളൊക്കെ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോവുകയില്ല. ജീവിതത്തിൽ അന്നേരം സങ്കടം ഉണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും. പക്ഷേ ചില നാളുകൾ കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, അവിടെ നമ്മളെ നിലനിർത്തിയത് ദൈവമാണ്. ദൈവം ദാനമായിട്ട് ചിലത് തന്നു, തികഞ്ഞ വരമൊക്കെയും തന്നു. അതെവിടുന്നാണ് വരുന്നത്? ഉയരങ്ങളിൽ നിന്ന്, വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനകത്ത് കമത്ത് ഡൗൺ എന്നാണ് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ETH കൂടെ അതിൻ്റെ അറ്റത്ത് ചേർത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് KJV ബൈബിൾ വായിക്കുന്ന ആളുകൾക്കറിയാം, ഈ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിലല്ല. കമത്ത്, ആസ്കത്ത് എന്നുള്ള ആ വേയിൽ ഒരു ETH കൂടെ വാക്കിൻ്റെ അവസാനം ഉപയോഗിക്കും. സാധാരണ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പ്രയോഗമില്ല. എന്താ അതിൻ്റെ അർത്ഥം? ആ വാക്ക് ഒറിജിനൽ ലാംഗ്വേജിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളതാ. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ തന്നിട്ട് നിർത്തുവല്ല, ഹി കീപ്സ് ഗിവിങ് ഇറ്റ് ഓൺ. എന്ന് പറഞ്ഞാൽ അവൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരെണ്ണം തന്നേച്ച് ഇന്ന് എൻ്റെ വഴികളെല്ലാം അടയ്ക്കുമല്ല. ഹല്ലേലൂയ. ഇന്നലെ വരെ എന്നെ നടത്തിയെങ്കിൽ എനിക്കറിയാം ഇത് സ്വർഗത്തിൽ നിന്ന് എനിക്ക് വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. തക്ക സമയത്ത് വരും. എൻ്റെ സമയം ആകണമെന്നില്ല. ഹല്ലേലൂയ. കാരണം എൻ്റെ സമയം എനിക്കാണല്ലോ തോന്നുന്നത് നല്ലതാണെന്ന്. പക്ഷെ ദൈവത്തിനറിയാം എനിക്ക് ഏതാ നല്ലതെന്നുള്ളത്. ഹല്ലേലൂയ. അപ്പൊ ആ തക്ക സമയത്ത് ദൈവം അത് നൽകും. ഇറ്റ് കമത്ത് ഡൗൺ, ഇറ്റ് കീപ്സ് കമ്മിങ്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. അത് നോക്കിയേ, ഉയരങ്ങളിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അവൻ ഇരുട്ടി വസിക്കുന്നവനല്ല, വെളിച്ചങ്ങളുടെ പിതാവാ. ഹല്ലേലൂയ. അവൻ്റെ പക്കൽ നല്ലത് മാത്രമേ ഉള്ളൂ. അവൻ്റെ പക്കൽ പ്രകാശിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അത് നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഇറ്റ്സ് ഫിക്സ്ഡ്. ഹല്ലേലൂയ. അത് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദൈവം അത് നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം കർത്താവ് തരുന്നത് നല്ലതാണ്, കർത്താവ് തരുന്നത് തികഞ്ഞതാണ്,
കർത്താവ് തക്ക സമയത്ത് തന്നുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ തന്നേച്ച് നിർത്തിയല്ല, പിന്നെയും പിന്നെയും എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം തരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം, നമുക്ക് ധൈര്യം വരും കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് ചോദിക്കാൻ. കർത്താവേ, ഇന്ന് ഞാൻ വലിയ പ്രശ്നത്തിന് നടുവിൽ കൂടെ പോവുക, ഒരു പരിഹാരത്തിനെക്കാട്ടിലും എനിക്ക് ആവശ്യം അങ്ങയുടെ കൃപ എനിക്ക് നൽകണം. ദാനമാണോ? കൃപദാനമാണ്. ഹല്ലേലൂയ. അത് നല്ലതാണോ? അത് നല്ലതാ. അത് തികഞ്ഞതാണോ? അത് തികഞ്ഞതാ. എന്നെ നിലനിർത്തുന്ന കാര്യമാണ്. ചിലപ്പോൾ പണം കൊണ്ട് എന്നെ നിലനിർത്താൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപയാണ് എനിക്ക് വേണ്ടത്. എത്ര പണം കയ്യിലുള്ളവർ സങ്കടത്തിലും ദുഃഖത്തിലും കഴിയുന്നുണ്ടെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മളെക്കാളിലൊക്കെ ധാരാളം ആളുകളുടെ ബലമുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുമായിട്ട് അവർക്ക് നല്ല ബന്ധമാണ്. ഉയരങ്ങളിൽ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ആളുകളുമായിട്ട് നല്ല പിടിബന്ധമുള്ള ആളുകൾ. പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്നും സങ്കടമാണ്, അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളാണ്. പണം ഇഷ്ടം പോലെയുണ്ട്, പണം അവരുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല. ഹല്ലേലൂയ. മിടുക്കാണെങ്കിൽ ഇഷ്ടം പോലുണ്ട്, പക്ഷെ ആ മിടുക്കുകൊണ്ട് ഒരു കാര്യവുമില്ല. വേണ്ടതെന്താ? ദൈവത്തിൻ്റെ കൃപയാ. അത് നല്ലതാണോ? ഇതിനെക്കാട്ടിലെല്ലാം നല്ലതാ. ഹല്ലേലൂയ. ദൈവശക്തി. കർത്താവേ, എനിക്കിതിൻ്റെ നടുവിൽ നിൽക്കാനുള്ള ബലം എനിക്കില്ല, എൻ്റെ ചിരി പോകും, എൻ്റെ സന്തോഷം പോകും, പക്ഷെ അങ്ങനെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നല്ല ദാനങ്ങൾ ദൈവം നൽകുന്നുണ്ട്, അത് തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവവേദലേ, ഞാൻ പറയട്ടെ, നമ്മൾ ദൈവസന്നിധി കടന്നു വരുമ്പോൾ നമ്മൾ കർത്താവിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. കർത്താവേ, അങ്ങ് എല്ലാ നല്ല ദാനവും നൽകുന്ന ദൈവമാണെന്നും അങ്ങ് ഔദാര്യമായിട്ട് നൽകുന്നതാണെന്നും. കർത്താവേ, ഞാൻ ഈ ചോദിച്ച കാര്യം എൻ്റെ ബുദ്ധി ഞാൻ ചോദിച്ചതാ, പക്ഷെ എനിക്കറിയാം ഇതിനെക്കാട്ടി നല്ലത് അങ്ങയുടെ പക്കലുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. അങ്ങ് എനിക്ക് നല്ല ദാനങ്ങളെ തരാൻ പറ്റിയ ദൈവമാണെന്ന് എനിക്കറിയാം, തന്നുകൊണ്ടേയിരിക്കുന്ന ദൈവമാണെന്ന് എനിക്കറിയാം. എൻ്റെ വിശ്വസ്തത നോക്കിയല്ല കർത്താവെ, അങ്ങയുടെ ഗുണത്തിൽപ്പെട്ടതാകിയാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയ്ക്ക് ബോധിച്ചത് എനിക്ക് കൊള്ളാവുന്നത് തരണമേന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. നമ്മൾ ചില സമയത്ത് എനിക്ക് ഇത് തന്നെ വേണം എന്ന് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിന് പകരം കർത്താവെ, എന്താ അങ്ങ് ആഗ്രഹിക്കുന്നത് അത് മതി ഞങ്ങൾക്ക്. കാരണം കർത്താവ് തരുന്ന ദാനം അത് നല്ലതാ. കർത്താവ് തരുന്ന ദാനം അത് തികഞ്ഞതാ, തികവുള്ളതാ. കർത്താവ് തരുന്ന ദാനം അത് പിന്നെയും പിന്നെയും നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കണം. അടുത്ത നോക്ക്, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഹല്ലേലൂയ. With whom can be no variation, neither shadow that is cast by turning. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ ഈ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്ന് പറയുന്നത്? കാരണം മനുഷ്യൻ അറിയാവുന്ന ഏറ്റവും വലിയ വെളിച്ചം ഏതാന്ന് വെച്ചാൽ സൂര്യനാ. ഹല്ലേലൂയ. സൂര്യനാ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാവുന്ന വലിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ ചന്ദ്രനാ. പക്ഷെ ഇതിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. അത് ചില സമയത്ത് ചില മറവുകൾ വരുമ്പം നമുക്ക് ആ വെട്ടം അതിന് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അവനിൽ ഒരു ഷാഡോയുമില്ല, ഗതിഭേദത്താലുള്ള എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യം മാറ്റം വരുന്നവരണേ ആ മാറ്റത്താൽ ഉണ്ടാകുന്ന ഷാഡോസ് ഒന്നുമില്ല. ഹി ഈസ് ഫിക്സ്ഡ്. ഹല്ലേലൂയ. ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ദാനം നൽകുന്ന ആ ക്വാളിറ്റി ഒരിക്കലും മാറത്തില്ല. ഹീസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. ഈയോ ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന കാര്യമാ ദൈവം വിശ്വസ്തനാണെന്നുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വസ്തതയ്ക്കനുസരിച്ച് ആ കർത്താവ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമ്മളെല്ലാം വെള്ളം കുടിച്ചു പോയേനെ, എനിക്ക് യാതൊരു സംശയമില്ല. കാരണം പലപ്പോഴും നമ്മൾ അവിശ്വസ്തരായി തീരാറുണ്ട്, വാക്കിൽ അവിശ്വസ്തരാകാറുണ്ട്, ചിന്താഗതിയിൽ അവിശ്വസ്തരാകാറുണ്ട്. നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ഓരോ കാര്യത്തിലും പലപ്പോഴും നമ്മൾ വീഴ്ച വരാറുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ വിശ്വസ്തത നോക്കിയല്ല പ്രിയമുള്ളവരെ. കർത്താവ് വിശ്വസ്തന, അവന് യാതൊരു മാറ്റവുമില്ല. ദർ ഇസ് നോ വേരിയൻസ് ഇൻ ഹെം, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഹെം. അവൻ ഇന്നലെ എനിക്ക് തന്നെങ്കിൽ ഇന്ന് കർത്താവിന് മാറ്റമൊന്നും വരത്തൊന്നുമില്ല. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരണം. ഇതെങ്ങനെയാണ് കടന്നു വരുന്നത്? ഹല്ലേലൂയ. ഇത് ചുമ്മാ അങ്ങ് കയറി വരത്തില്ല. കാരണം പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ ഇതെല്ലാം മറന്നുപോകും. പ്രശ്നത്തിൻ്റെ നടുവിൽ കർത്താവിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവമാണ് ഇത് ചെയ്തത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രശ്നത്തിൻ്റെ നടുവിൽ മറ്റുള്ളവരെ നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്ന ആളുകളായിട്ട് തീരാറുണ്ട്.
പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹല്ലേലൂയ, കർത്താവിലുള്ള വിശ്വാസവും കർത്താവിനോടുള്ള സ്നേഹവും വർദ്ധിച്ചു വരുമ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നെ വരുന്ന ഒരു ചിന്തയുണ്ട്, എൻ്റെ ദൈവം നല്ലവനാ. ഹല്ലേലൂയ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെയൊക്കെ നടുവിൽ വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. യുദ്ധം നേരിട്ടപ്പം രാജാക്കന്മാർ പറഞ്ഞൊരു കാര്യമാണ്, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. ഒരു ദൈവപൈതല് ഈ ഒരു കാര്യം പറഞ്ഞ് ദൈവത്തെ അകത്തുനിന്ന് അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങുമ്പം ഒരു വലിയ വ്യത്യാസമുണ്ട്. കാരണം ദൈവം അറിയുന്ന ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, അവൻ്റെ ആ സ്വഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് നമ്മളിലേക്ക് ആ ഗുഡ്നെസ് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ കാണുന്നത്? ഹല്ലേലൂയ. നമ്മൾ ചില സമയത്ത് ദൈവത്തോട് വളരെ ദേഷ്യപ്പെടാറുണ്ട്, ദേഷ്യ മനോഭാവം നമ്മൾ കാണിക്കാറുണ്ട്. എന്നോട് എന്താ കർത്താവ് ഇങ്ങനെ ചെയ്തത്? നമ്മൾ ചില സമയത്ത് നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന ചിന്തയത്, എന്താ കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ എന്നാ തെറ്റ് ചെയ്തേച്ചാ ഞാൻ ഇതിനകത്തൂടെ പോകുന്നത് എന്നൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് വല്ലാത്ത ചിന്തകൾ കടന്നു വരും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് നല്ലവനാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒന്ന് പറയാൻ പറ്റുമോ, ഹല്ലേലൂയ, എൻ്റെ ദൈവം നല്ലവനാ, എൻ്റെ ദൈവം നല്ലവനാ, എൻ്റെ കർത്താവ് വിശ്വസ്തനാ. ഹല്ലേലൂയ. അവന് യാതൊരു മാറ്റവുമില്ല. അവൻ ഇന്നലെ എന്നെ സ്നേഹിച്ചു, അങ്ങനെയാണെങ്കിൽ ഇന്നും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇവരോട് പറയുക, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവം ചില സമയത്ത് ആളുകളെ ഉപയോഗിക്കും. ദൈവം ചില സമയത്ത്, ഹല്ലേലൂയ, വിശ്വാസത്തിലല്ലാത്തവരെ ഉപയോഗിക്കും. ദൈവം ചില സമയത്ത് നമുക്ക് വേണ്ട ബോണസുകളായിട്ടും ഒക്കെ ഭൗതിക നന്മകളെ തരും. അതിലെല്ലാം ഉപരിയായി ആത്മീയമായ നന്മകൾ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പം സ്വർഗത്തിലെ സകല നന്മകളാലും നമ്മളെ നിറച്ചിരിക്കുക ദൈവം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അതിനൊന്നും വാല്യൂ കൊടുക്കാറില്ല. ഹല്ലേലൂയ. എന്നെ കർത്താവ് പുത്രനാക്കി, എന്നെ കർത്താവ് ദത്തെടുക്കൂ. ഹല്ലേലൂയ. കർത്താവ് എൻ്റെ മേൽ, ഹല്ലേലൂയ, എന്നെ അവൻ്റെ ഭവനക്കാരനാക്കി. കർത്താവ് എൻ്റെ, ഹല്ലേലൂയ, എന്നെ അവകാശിയാക്കി. എന്നെ, ഹല്ലേലൂയ, ആത്മാവിനാൽ മുദ്രയിട്ടു. എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം നമുക്ക് വേണ്ടി ദാനമായിട്ട് തന്നത്. ഇതൊന്നും നമ്മളാരും പേ ചെയ്തതല്ല. ഇതാർക്കും പേ ചെയ്ത് തീർക്കുവാനും സാധ്യമല്ല. കൊടുത്തു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആത്മീയ നന്മകളെ കൊണ്ട് കർത്താവ് നമ്മളെ നിറച്ചിരിക്കുക. എന്തിനാ ഇത് നിറച്ചേക്കുന്നത്? ഹല്ലേലൂയ. നിറച്ചേച്ച് കർത്താവ് അങ്ങ് പോവുകയല്ല ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ സാധാരണ ദൈവത്തെ ചില ആളുകൾ കാണുന്നത് ഒരു വാച്ച് മേക്കറെ പോലെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വാച്ച് വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ പുറയിൽ ഒരിക്കൽ പോലും ആപ്പിൾ കമ്പനിക്കാർ വന്ന് ചോദിക്കുന്നില്ല, മോനെ നിൻ്റെ വാച്ച് എങ്ങനെ ഓടുന്നുണ്ട്, കറക്റ്റായിട്ട് ഓടുന്നുണ്ടോ? അവർ ചോദിക്കുന്നില്ല. അവർ, ഹല്ലേലൂയ, അത് വിറ്റ ശേഷം പിന്നെ അവർ കുറച്ച് നാളത്തേക്കിന് നമ്മൾ അവരുടെ ആപ്പിൾ കെയറൊക്കെ എടുക്കാമെങ്കിൽ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതല്ലെങ്കിൽ തന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഒരുപക്ഷെ പിന്നെ അതിന് യാതൊരു കെയറുമില്ല. അത് കേടായിപ്പോയാൽ അത് നമ്മുടെ ഉത്തരവാദിത്വം, അവർ കെയർ ചെയ്യത്തില്ല. അങ്ങനെ കാണുന്ന ഒരു രീതിയുണ്ട് ദൈവത്തെ. ദൈവം ഒരു വാച്ച് മേക്കറാണ്. താൻ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിച്ചിറക്കി വിടുന്നു, പിന്നെ അതിൻ്റെ പുറത്തുള്ള യാതൊരു ഉത്തരവാദിത്വമില്ല. അങ്ങനല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് വളരെ അർത്ഥമുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ ആളുകൾ, അവരെ ആർക്കും വേണ്ട, അവരെല്ലാവരും ഓടിക്കുക. ഈ കത്ത് കിട്ടിയ ആളുകൾ അവർ ചെതറിപ്പാർക്കുക. അവിടെ ചെന്നിടത്തും പ്രശ്നമാണ്. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധി കൂടെ അവർ പോവുക. അപ്പം അവരെ നോക്കിയിട്ട് പറയുക, നാം അവൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫ്രൂട്ട്. ഫസ്റ്റ് ഫ്രൂട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ആദ്യം ഒരു മരത്തിൽ ഒരു കുറേ ഫ്രൂട്ട്സ് ഉണ്ടായാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇനിയും അധികമായി ഫലം അതിലുണ്ടാകും. ആ ഫലം പിന്നെയും വർദ്ധിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആദ്യ ഫലമാകേണ്ടതിന്
നോക്കണം, അവൻ തൻ്റെ ഇഷ്ടപ്രകാരം, നമ്മളൊന്നും ചെയ്തിട്ടല്ല, കർത്താവ് നമ്മളെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടെന്ന്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആ കാര്യം വളരെ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല കർത്താവ് എന്നെ ചേർത്തുകൊണ്ടത്, കർത്താവ് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാ. ഹല്ലേലൂയ. എന്നോടൊരു പ്രത്യേകത കർത്താവിന് തോന്നി, നിങ്ങളോടൊരു പ്രത്യേകത കർത്താവിന് തോന്നി. എന്ത് മഹത്വകരമായ ആ ഒരു ചിന്തയൊന്ന് നിങ്ങൾ അല്പം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിൽ എന്നാ ഉണ്ട് എന്നെ ഇഷ്ടപ്പെടാൻ? നിങ്ങളിൽ എന്നാ ഉണ്ട് കർത്താവിന് നിങ്ങളെ ഇഷ്ടപ്പെടാൻ? എന്നിലൊന്നുമില്ല, അതെനിക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറവല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ എന്നെ ഇഷ്ടപ്പെട്ടിച്ച് നോക്കണേ, തൻ്റെ ഇഷ്ടം ഹേതുവായിട്ട് എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടം തോന്നിയിട്ട് സത്യത്തിൻ്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ മക്കളാക്കി മാറ്റി. ഈ ആളുകളോട് പറയുക, നിങ്ങൾക്ക് നല്ല ദാനം തരുന്നത് എന്താണെന്നറിയാമോ? അവൻ്റെ സ്വഭാവ ഗുണം കൊണ്ട് മാത്രമല്ല, നിങ്ങൾ മക്കളായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ മക്കളായതുകൊണ്ടാണ്. നമുക്കറിയാം അനേക സ്ഥലങ്ങളിൽ ഹല്ലേലൂയ മാതാപിതാക്കൾ മക്കളുമായിട്ട് പ്രശ്നത്തിലുള്ളവരുണ്ട്, അനേക ആളുകളുണ്ട്. ഞാൻ ദൈവമക്കളുടെ കാര്യം മാത്രമല്ല ഈ പറയുന്നത്, പുറത്തുള്ള ആളുകൾ. അവർ വലിയ വലിയ പണക്കാരായിരിക്കും. പക്ഷെ അവസാനം വരുന്നോടനെ ഈ പിണങ്ങി നിൽക്കുന്ന മകന് തന്നെ എല്ലാം കൊടുക്കത്തുള്ളൂ, ആ മകൾക്ക് തന്നെ എല്ലാം കൊടുക്കത്തുള്ളൂ, വേറെ ആർക്കും ഒന്നും കൊടുക്കത്തില്ല. കൂടെ നിന്നവനും ആശ്വസിപ്പിച്ചവനും പറഞ്ഞവനും ആർക്കും ഒന്നുമില്ല, ഈ മോനെ കൊടുക്കത്തുള്ളൂ. അതിൻ്റെ കാരണം എന്താ? താൻ ജനിപ്പിച്ചതാ, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അതേപടി തന്നെ ദൈവം നമ്മളെ അങ്ങോട്ട് സ്നേഹിച്ചേച്ച്, ഹല്ലേലൂയ, അവൻ്റെ ഇഷ്ടം കൊണ്ട്, നമ്മളെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം കൊണ്ടൊന്നുമല്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹൃദയത്തിനകത്ത് ആ സ്നേഹം അങ്ങോട്ട് തോന്നിയിട്ട് വചനത്താൽ നമ്മളെ ദത്തെടുത്തു. ആ ഒരു കാരണം കൊണ്ടുണ്ട് ഈ നല്ല ദാനങ്ങളെ നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ഒരു പിതാവും മക്കൾക്ക് ഒരുമാതിരിപ്പെട്ട, ഇനി ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും, ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ എവിടെയും കാണുമല്ലോ. ഹല്ലേലൂയ. അവര് ഈ കാര്യങ്ങളൊക്കെ നല്ല ദാനമേ കൊടുക്കത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിനകത്ത് കർത്താവ് പറയുന്നുണ്ട്, ദുഷ്ടന്മാരായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ഗിഫ്റ്റ്സാണ് കൊടുക്കുന്നെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രമാത്രം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നൽകും, നല്ല ഗിഫ്റ്റുകൾ നൽകും എന്നുള്ളത് വചനത്തിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവരെ ഇത് ഓർമ്മിപ്പിക്കുക. ഇന്ന് രാത്രി ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചിന്തയാ, അവൻ നല്ലവനാ. ഹല്ലേലൂയ. എന്നും നല്ലവൻ, എൻ്റെ യേശു എന്നും നല്ലവൻ. എൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ, എൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, എൻ്റെ രോഗത്തിൻ്റെ നടുവിൽ അവൻ്റെ നന്മയ്ക്ക് ഒരു കുറവുമില്ല. എന്നെ നിർത്തുവാൻ ആവശ്യമായിട്ടുള്ള കൃപ എനിക്ക് നൽകും, എനിക്ക് ആവശ്യമായിട്ടുള്ള വിസ്ഡം എനിക്ക് നൽകും, എനിക്ക് ആവശ്യമായിട്ടുള്ള ശക്തി കർത്താവ് നൽകും, എനിക്ക് ആവശ്യമായിട്ടുള്ള സന്തോഷം കർത്താവ് നൽകും, എനിക്ക് ആവശ്യമായിട്ടുള്ള സമാധാനം കർത്താവ് നൽകും, എനിക്ക് ആവശ്യമായിട്ടുള്ള ദൈവ കൃപ നൽകും. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഒന്ന്, അവൻ നല്ലവനായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അവനത് കുറയ്ക്കത്തില്ല, നല്ലവനായതുകൊണ്ട് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തെ കാര്യം, എന്നെ ഹല്ലേലൂയ വചനത്താൽ ജനിപ്പിച്ച് തൻ്റെ മകനാക്കി മാറ്റി എന്നുള്ളത് കൊണ്ടാണ്. ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് കയറിയുണ്ടല്ലോ, ശത്രുവിന് പിന്നെ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ വന്ന് എന്നാ കള്ളക്കഥ പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റും, നമ്മൾ അവനോട് അലറണ്ടും ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിശാചേ, നീ മാറിപ്പോ, എനിക്കറിയാം വചനത്തിനകത്ത് ഈ കാര്യമുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവൻ്റെ പൈതലാ, എന്നെ അവൻ വചനത്താൽ ജനിപ്പിച്ചിരിക്കുക, എനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഇന്ന് രാത്രി വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഏതാവശ്യമായിക്കൊള്ളട്ടെ, എന്നെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, ഇന്ന് രാത്രി ഒരു നീടിൻ്റെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിൽ ഉയർത്തിയിട്ട്, കർത്താവേ, അങ്ങ് നല്ലവനാ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്, അങ്ങ് നല്ല ദാനങ്ങളെ നൽകുന്ന ദൈവമാണ്, എൻ്റെ വിഷയം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുകയാണ് എന്ന് ഒന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളെ അതിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുക. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.